ഉദ്ഘാടനത്തിന്റെയും ശരീരത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ രൂക്ഷമായ സൈബർ അധിക്ഷേപങ്ങൾ നേരിടുന്ന താരമാണ് നടി ഹണി റോസ്. ഇതിനെതിരെ വലിയൊരു നിയമ പോരാട്ടം തന്നെ നടി നടത്തിയിരുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും കാണിച്ച് ഹണി ആദ്യമായി പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ വലിയൊരു വിഭാഗം ഹണി റോസിനെ പിന്തുണച്ചപ്പോൾ ഒരു കൂട്ടർ ബോബി ചെമ്മണ്ണൂരിനൊപ്പമായിരുന്നു. വെച്ചുകെട്ടിയല്ലേ നടക്കുന്നത്, പിന്നെ എന്തിനാണ് ഇത്രയും ബഹളം വയ്ക്കുന്നതെന്നായിരുന്നു സൈബർ ഇടത്തിൽ ഉയർന്ന ആക്ഷേപം. ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഹണി റോസ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളത്തിനോടാണ് നടിയുടെ പ്രതികരണം. വർഷങ്ങളായി സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരാളാണ് ഞാൻ. പൊതുവെ എല്ലാവരോടും ഞാനത് പുച്ഛിച്ചു കളയുന്നു എന്നാണ് പറയാറുള്ളത്. ലൈംഗിക വൈകൃതം പിടിച്ച ചെറിയൊരു ശതമാനം ആളുകൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, അങ്ങനെയുള്ളവരെ ഞങ്ങൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞാനൊരു വ്യക്തിയാണ്. ഇതിനെതിരെ എന്തു ചെയ്യാമെന്നും പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ചർച്ചകളും നടത്തിയിരുന്നു, ഒരു അവയർനെസ് എന്ന രീതിയിൽ. ഇതിനെതിരെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് എത്തത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനം ഉദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കൊടുത്തൊരു കേസ് ആ രീതിയിൽ ഇൻസൈഡറിലേക്ക് എത്തപ്പെടുകയാണ്. ആ ഒരു സമയത്ത് പോലും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് ആവർത്തിക്കാതിരിക്കാൻ. എന്നിട്ടും കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. എന്നെ അതിലേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ പറയണം. ഇതൊരു ശിക്ഷ കിട്ടാവുന്ന ക്രൈം ആണെന്നറിയാതെ ഒരു ഫോൺ എടുത്തു വെച്ച് മൂഡിനനുസരിച്ച് സൈബർ ഇടങ്ങളിൽ എന്ത് വൃത്തികേടും കുറിക്കാമെന്ന ധാരണ. ഇതിൽ കൂടുതലും ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. ഇവരിടുന്ന കമന്റ് ആളുകളെടുത്ത് ആഘോഷമാക്കുകയും അത് മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ വലിയൊരു സമൂഹത്തിലേക്കാണ് നമ്മളെ മോശക്കാരി എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നത്. അത് സീരിയസ് അഫോൻസും ക്രൈമും തന്നെയാണ്. ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്നു എന്നുള്ളതാണ് എല്ലാത്തിലും പ്രശ്നമായി നിൽക്കുന്ന പ്രധാന കാരണം. ഉദ്ഘാടനം ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ്. ഒരു സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഡ്രസ് കോഡ് ധരിക്കേണ്ടി വരും. അതിനുവേണ്ടി സ്വന്തം വസ്ത്രങ്ങളും ചിലപ്പോൾ അവർ തന്നെ തരുന്ന വസ്ത്രങ്ങളും കാണും. ഇതിൽ കാശ് വാങ്ങിച്ചും കാശ് വാങ്ങാതെയും പോകുന്ന ചടങ്ങുകളുണ്ട്. എനിക്ക് കംഫർട്ട് എന്ന് ഉറപ്പുള്ള വസ്ത്രങ്ങളാണ് ആ ചടങ്ങുകളിൽ ധരിക്കുന്നത്. അതിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്കോ സംഘാടകർക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ചെറിയൊരു ശതമാനം ആളുകൾക്ക് പ്രശ്നമാണ്. അവർക്കത് സഹിക്കാൻ പറ്റില്ല. അവർ വാശി പിടിക്കുന്ന രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. എനിക്ക് കംഫർട്ടായത് ഞാൻ ധരിക്കും. താല്പര്യമില്ലാത്തവർക്ക് ബ്ലോക്ക് ചെയ്യാം. അല്ലാതെ വൃത്തികേടുകൾ പറഞ്ഞു കൂട്ടേണ്ട കാര്യമില്ല. ഞാൻ ഇനാഗുറേഷൻ കണ്ടുപിടിച്ചയാളൊന്നുമല്ല. എത്രയോ ആൾക്കാർ ചെയ്യുന്നു. പുറത്തുള്ള സ്റ്റേജുകളിലും ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അവിടെ ആരും നമ്മുടെ ശരീരഭാഗം സൂം ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടുപോയി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ്. ഉദ്ഘാടനം എന്നത് എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏതാംഗിളിൽ നിന്നാണ് ഇവർ ശരീരഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇവരുടെ ഈ മനോവൈകല്യത്തിന് നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി പർദ്ദയിട്ട് പോയാൽ പോലും ഇവർ ഷൂട്ട് ചെയ്യുന്ന ആംഗിൾ പോലിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വൃത്തികേടുകൾ എൻ്റെ മേൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. വച്ചുകെട്ടിയാണ് പോകുന്നതെന്ന സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി ഉയരുന്ന ഒരു ചോദ്യത്തിന് നടി നൽകിയ മറുപടി ഇങ്ങനെയാണ്: വച്ചുകെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനിയിപ്പോൾ ഞാൻ വച്ചുകെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്നതല്ലേ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ 100% അഭിമാനിക്കുന്നു. അങ്ങനെ വെച്ചുകെട്ടാൻ തോന്നിയാൽ അത് ചെയ്യാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. എൻ്റെ ശരീരത്തിലല്ലേ, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് കെട്ടിയൊരുങ്ങി നടന്നാൽ തെറി വിളിക്കാമെന്ന ചിന്ത. അതിനൊന്നും ആർക്കും അധികാരവുമില്ല. ശക്തമായ നിയമങ്ങൾ ഉണ്ടിവിടെ. അതിൻ്റെതായ രീതിയിൽ നിയമപരമായി തന്നെ പോകും. സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെ, ഒരു സ്ത്രീയോടും പുരുഷനോടും മുതിർന്നവരോടും ഒക്കെ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ കുടുംബത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം സമാധാനമായും സന്തോഷമായും ജീവിക്കാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുമാണ് ഹണി റോസിന്റെ മറുപടി.